ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദി നൂർ എന്ന ക്രൈം ത്രില്ലർ സിനിമയുടെ കഥ പറഞ്ഞുതരാൻ പോകുകയാണ്. ഈ സിനിമ വളരെ നല്ലതാണ്, അവസാനം വരെ കാണുക. അതുപോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യുക. പുതിയ ചാനലല്ലേ, കുറച്ചു പിന്തുണ നൽകുക. ഇനി വൈകിക്കാതെ നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ സോഫ്റ്റ്വെയർ ജോബ് ചെയ്യുന്ന മധുപ്രിയ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. മധുപ്രിയയുടെ ഫോൺ അവളുടെ ബോയ്ഫ്രണ്ട് ഹാക്ക് ചെയ്ത് അവളുടെ വാട്സാപ്പ് മെസ്സേജുകൾ വായിക്കുന്നു. അവന് സംശയം തോന്നുന്നു. അവൻ മധുപ്രിയയെ വിളിച്ച്, എന്തുപറ്റി മധു, നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? എന്നെ റിജക്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവളൊന്നും പറയാതെ സൂസൈഡ് ചെയ്ത് മരിക്കുന്നു. അവൾ പെട്ടെന്ന് സൂസൈഡ് ചെയ്തത് കണ്ട് അവൻ വല്ലാതെ ഭയപ്പെടുന്നു. കട്ട് ചെയ്താൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്ന കഥ കാണിക്കുന്നു. അടുത്ത സീനിൽ ഈ സിനിമയിലെ ഹീറോ വിക്രാന്തിനെ കാണിക്കുന്നു. വിക്രാന്ത് ഇപ്പോൾ IPS ട്രെയിനിങ്ങിലാണ്. ഫേസ് 1 ട്രെയിനിങ് പൂർത്തിയാക്കി ഫേസ് 2 ട്രെയിനിങ് എടുക്കുന്നു. ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കോൺസ്റ്റബിൾ മുതൽ ASP വരെയുള്ള എല്ലാ തസ്തികകളിലും ജോലി ചെയ്യേണ്ടതുണ്ട്. വിക്രാന്ത് ഒരു സ്റ്റേഷനിൽ CIയുടെ അസിസ്റ്റന്റ് ഡാഷ് സ്വരചിഹ്നം ഈ വർക്ക് ചെയ്യാൻ പോകുന്നു. ആ സ്റ്റേഷനിലെ CI ഒരു കേസിനെക്കുറിച്ച് വിക്രാന്തിനോട് പറയുന്നു. സാർ, കുറച്ചു ദിവസമായി നഗരത്തിന്റെ ഔട്ട്സ്കേർട്സിൽ ചില ആളുകൾ മാസ്ക് ധരിച്ച് വീടുകളിൽ മോഷണം നടത്തുകയും മുന്നിൽ വരുന്നവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ആ കള്ളന്മാരെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് മറ്റൊരു മോഷണം നടന്നുവെന്ന് വിവരം വരുന്നത്. ഉടൻ തന്നെ വിക്രാന്ത് അവിടേക്ക് പോയി ക്രൈം സീൻ മുഴുവൻ പരിശോധിക്കുന്നു. അവിടെ ഒരു സൈക്കിൾ ടയറിന്റെ കമ്പ്, അതായത് ഒരു മെറ്റൽ സാധനം ലഭിക്കുന്നു. അടുത്ത ട്രെയിനിങ്ങിന്റെ ഭാഗമായി VIPSന് സെക്യൂരിറ്റി നൽകാൻ ഒരു ഇവന്റിൽ പോകുന്നു. ആ ഇവന്റിൽ വിക്രാന്ത് ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നത് കാണുന്നു. അവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ ആരതി. ആരതി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കഴുത്തിലെ മാല താഴെ വീഴുന്നു. വിക്രാന്ത് ഉടൻ തന്നെ ആ മാല എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ നന്നായി ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ അതേ ഇവന്റിൽ വന്ന മധുപ്രിയ വിക്രാന്തിനെ ഇടിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി മധുപ്രിയയെ ഫോളോ ചെയ്യുന്നത് കണ്ട് അവൾ അവിടുന്ന് പോകുന്നു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ മധുവിന്റെ ബോയ്ഫ്രണ്ട് സമീർ മധുവിനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ അവൾ മരിച്ചതുകൊണ്ട് അവൻ ഒരുപാട് കരയുന്നു. അടുത്ത സീനിൽ നമ്മുടെ വിക്രാന്ത് ട്രെയിനിങ് മുഴുവൻ പൂർത്തിയാക്കി പോസ്റ്റിംഗ് എടുക്കുന്നു. അവന് ഹൈദരാബാദിൽ തന്നെയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ഈ കാര്യം അമ്മയോട് പറയുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അവന്റെ അമ്മ ഒരു സൈക്കോളജിസ്റ്റാണ്. ആരുടെ മനസ്സിൽ എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയും. ഇപ്പോൾ അവൾ വിക്രാന്തിന്റെ അടുത്ത് വന്ന്, എടാ മോനെ, നീ വിചാരിച്ച ജോലി കിട്ടിയല്ലോ, ഇനി എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മ, ആരുമില്ല. പക്ഷേ അടുത്തിടെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു, വളരെ നല്ലതാണ്, പക്ഷേ എനിക്കവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം ഡ്യൂട്ടി ചെയ്യാൻ CI ഉള്ള അതേ സ്റ്റേഷനിലേക്ക് ആസ്പിയായി പോകുന്നു. വിക്രാന്ത് അതേ സ്റ്റേഷനിലേക്ക് വരുന്നത് കണ്ട് CI ഞെട്ടുന്നു. വിക്രാന്ത് വന്ന ഉടൻ തന്നെ ഗൺ എടുത്ത് ലോക്കറിൽ വെക്കുന്നു. കാരണം അവൻ ഗൺ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്റെ കൈകൾ കൊണ്ട് തന്നെ മറുപടി നൽകും. വന്ന ഉടൻ CIയോട് റോബറിയെക്കുറിച്ച് ചോദിക്കുന്നു. എന്താടാ, റോബറി ചെയ്തവരെ പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഈ കേസിൽ ക്ലൂസ് ഒന്നും കിട്ടിയില്ല, സോ കേസ് മുന്നോട്ടു പോകാതെ അവിടെ നിന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ വിക്രാന്തിനും ലോക്കൽ റൌഡീസിനെക്കുറിച്ച് സംശയം തോന്നുന്നു. ഈ ഏരിയയിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ മുഴുവൻ വിളിപ്പിക്കാൻ CIയോട് പറയുന്നു. ശരി സാർ, എല്ലാവരെയും വിളിക്കാം, പക്ഷേ MLAയ്ക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അയാളെയും വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, അതെടാ, എല്ലാവരെയും വിളിക്ക്, അവൻ MLA ആയാലും ആരായാലും നാളെ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഉടൻ തന്നെ CI MLAയെയും ലോക്കൽ ഗാങ്ങിനെയും വിളിപ്പിച്ച് വിക്രാന്തിനെ കോൾ ചെയ്ത്, സാർ, MLA വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം വരണം എന്ന് പറയുന്നു. കുറച്ചു സമയത്തിന് ശേഷം വിക്രാന്ത് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ MLAയുടെ ആളുകൾ വിക്രാന്തിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഹീറോയെക്കുറിച്ച് അവർക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരെയും അടിച്ചൊതുക്കി സെല്ലിൽ അടയ്ക്കുന്നു. അതിനുശേഷം MLAയുടെ അടുത്ത് വന്ന്, നോക്കൂ സാർ, ജനം നിങ്ങളെ വിശ്വസിച്ച് വോട്ട് നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യൂ, ഇങ്ങനെ ക്രിമിനലായാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാവർക്കും നന്മ ചെയ്യൂ എന്ന് പറഞ്ഞുവിടുന്നു. അതോടെ MLAയ്ക്ക് ദേഷ്യം വന്ന് വിക്രാന്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ ഇപ്പോൾ ജോയിൻ ചെയ്തതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ല. അതേ ദിവസം രാത്രി വിക്രാന്ത് വൈകിയാണ് വീട്ടിലെത്തുന്നത്. വീട്ടിൽ അവന്റെ അമ്മ ഒരു പയ്യനോട് സംസാരിച്ച് കൗൺസിലിംഗ് നൽകുന്നുണ്ടായിരുന്നു. അത് കണ്ട് വിക്രാന്ത്, എന്താ അമ്മേ, ഇത്ര രാത്രിയിൽ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നോക്കു മോനെ, അടുത്തിടെ സമീർ എന്നൊരു വ്യക്തി എന്റെ അടുത്ത് വന്ന് അവന്റെ ഗേൾഫ്രണ്ടിനെക്കുറിച്ച് പറഞ്ഞു. അവളുടെ പേര് മധുപ്രിയ എന്നാണ്. അവൾ അടുത്തിടെ സൂസൈഡ് ചെയ്ത് മരിച്ചു. അവൾ മരിച്ചതിന് കാരണം താനാണെന്ന് സമീർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും അവളുടെ മരണത്തിന് മറ്റൊരു കാരണമുണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷേ അതെന്താണെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് അവൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അയ്യോ അമ്മേ, ആരാണീ സമീർ എന്ന് ചോദിക്കുമ്പോൾ, അവൻ ഒരു എത്തിക്കൽ ഹാക്കറാണ്. അവൻ വെറുതെ തമാശയ്ക്ക് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോൺ ഹാക്ക് ചെയ്തു. അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത് എന്ന് പറയുന്നു. അടുത്ത ദിവസം വിക്രാന്ത് സമീറിനെ കണ്ട്, കൃത്യമായി എന്താണ് നടന്നതെന്ന് പറ എന്ന് ചോദിക്കുന്നു. സാർ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് അവൾക്ക് വന്ന ഒരു ടെക്സ്റ്റ് ഞാൻ വായിച്ചു. ആ ടെക്സ്റ്റ് വളരെ സസ്പിഷ്യസ് ആയി തോന്നി. അതിനെക്കുറിച്ച് ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. പക്ഷെ തീർച്ചയായും ആ മെസ്സേജ് കാരണമാണ് അവൾ മരിച്ചത്. അവളുടെ മരണത്തിന് ആരും കാരണമല്ലെന്ന് എഴുതിവെച്ചാണ് അവൾ മരിച്ചത്. പക്ഷെ ഇതിന് പിന്നിൽ തീർച്ചയായും ആരോ ഉണ്ട് എന്ന് പറയുന്നു. ശരി, ഞാൻ നോക്കിക്കോളാം. നീ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, ശരി സാർ, തീർച്ചയായും ചെയ്യാം എന്ന് പറയുന്നു. ഉടൻ തന്നെ വിക്രാന്ത് സമീറിനെ കൊണ്ടുപോയി
എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. സമീറിനെ കണ്ട് സിഐക്ക് ഇവൻ ഹാക്ക് ചെയ്യുമോ എന്ന് സംശയം തോന്നുന്നു. പക്ഷേ ആ സംശയം വരുന്നതിന് മുൻപ് തന്നെ സമീർ സിഐയുടെ ഫോൺ ഹാക്ക് ചെയ്ത് അവന്റെ കള്ളത്തരങ്ങൾ പുറത്തുകൊണ്ടുവരുന്നു. അതോടെ സമീർ എത്ര വലിയ ഹാക്കറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇനി വിക്രാന്ത് എംഎൽഎയുടെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് സമീറിന് കൊടുത്ത് അവരെ എപ്പോഴും മോണിറ്റർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ദിവസവും അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് വിക്രാന്തിന് നൽകുന്നു. അടുത്ത ദിവസം എംഎൽഎയുടെ ശത്രുവായ യാദഗിരി എന്ന വ്യക്തി മരിക്കുന്നു. യാദഗിരിയെ കൊന്നത് എംഎൽഎയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ന്യൂസിലും പറയുന്നു. അപ്പോഴാണ് സിഐ വന്ന്, സാർ, ഇവൻ മരിക്കുന്നതിനു മുൻപ് എംഎൽഎ ഇതേ വഴിയിലൂടെ പോയിരുന്നു. സോ തീർച്ചയായും അവൻ തന്നെയാണ് യാദഗിരിയെ കൊന്നുപോയത് എന്ന് ഹിന്റ് നൽകുന്നു. കുറച്ചു സമയത്തിനു ശേഷം വിക്രാന്ത് ഒരു വലിയ മീറ്റിംഗ് വിളിച്ച് എംഎൽഎ യാദഗിരിയെ കൊന്നില്ലെന്ന് പറയുന്നു. കാരണം ആ സമയത്ത് എംഎൽഎ യാദഗിരിയുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. നമ്മുടെ സമീർ എപ്പോഴും എംഎൽഎയെ ഫോളോ ചെയ്ത് അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട്. സോ ഈ മർഡർ എംഎൽഎ ചെയ്തിട്ടില്ല. അപ്പോഴപ്പോഴായി റോബറി ചെയ്യുന്ന കള്ളന്മാർ തന്നെയാണ് ഇപ്പോൾ യാദഗിരിയെയും കൊന്നത്. കാരണം യാദഗിരി മരിക്കുന്നതിന് മുൻപ് അവന്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് ഒരു കള്ളനെ ഷൂട്ട് ചെയ്തു. അതുപോലെ ആ കള്ളന്മാർ കൊല്ലാൻ വേണ്ടി അതേ മെറ്റൽ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ആ കള്ളന്മാർ വെറും അമാവാസി ദിവസം മാത്രമാണ് മോഷണം നടത്തുന്നത്. പക്ഷേ പണമൊട്ടും മോഷ്ടിക്കാറില്ല, സ്വർണം മാത്രമാണ് മോഷ്ടിക്കുന്നത്. അതുപോലെ ആളുകളെ കൊല്ലാൻ കാട്ടിൽ നിന്ന് കിട്ടുന്ന നാടൻ മരുന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ മറ്റൊരു ഇൻസ്പെക്ടർ ചോദിക്കുന്നു, സാർ, യാദഗിരി മരിച്ചു, പക്ഷേ അവന്റെ വീട്ടിലെ ഗോൾഡ് പോയില്ല, പണവും പോയില്ല, പിന്നെന്തിനാണ് യാദഗിരിയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, നോക്കൂ, ആ കള്ളന്മാർ ഗോൾഡ് മോഷ്ടിക്കാൻ വന്നതാണ്. പക്ഷേ യാദഗിരിയുടെ കയ്യിൽ ഗൺ ഉണ്ടാകുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്തില്ല. സോ അവരുടെ പ്ലാൻ ഫെയിലായി. അതോടെ യാദഗിരി അവന്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് ഒരു കള്ളനെ ഷൂട്ട് ചെയ്തു. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ യാദഗിരിയെ കൊന്ന് മോഷണം നടത്താതെ അവിടുന്ന് പോയി. അടുത്ത അമാവാസിക്ക് മുൻപ് നമ്മൾ അവരെ പിടിക്കണം. അവർ മോഷ്ടിച്ച ഗോൾഡ് എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടാകും. ആ അഡ്രസ് നമ്മൾ കണ്ടെത്തിയാൽ കള്ളന്മാരെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചു ദിവസം അന്വേഷണം നടത്തിയ ശേഷം ഗോൾഡ് വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ പിടികൂടുന്നു. അയാൾ കള്ളന്മാരെക്കുറിച്ച് പറയുന്നു, സാർ, ആ കള്ളന്മാർ ഒറീസക്കാരാണ്. അവർ മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ വന്നതല്ല, സ്വർണം എന്റെ അടുത്ത് സൂക്ഷിക്കാൻ വന്നതാണ്. അവർക്ക് എന്തോ ഒരു ടാർഗറ്റ് ഉണ്ടത്രേ. ആ ടാർഗറ്റ് റീച്ച് ചെയ്യുമ്പോൾ കള്ളന്മാർ മോഷ്ടിച്ച സ്വർണം മുഴുവൻ കൊണ്ടുപോകും. അവർക്ക് സഹായിച്ചതിന് എനിക്കും 2 മോഷണം നടത്തിത്തരാമെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് സ്വർണം എന്റെ അടുത്ത് വെച്ചത്. പക്ഷെ അവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാസ്ക് ധരിച്ചാണ് വന്നത് എന്ന് പറയുന്നു. അടുത്തതായി വിക്രാന്ത് ആ ഗോൾഡ് ആരൊക്കെയാണോ നഷ്ടപ്പെടുത്തിയത് അവർക്കെല്ലാം കൊടുക്കുന്നു. പക്ഷേ ഒരു മാല ആരുടെയും അല്ലെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ മാല നഷ്ടപ്പെട്ടുവെന്ന് ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ആ മാല കണ്ട ഉടൻ ഹീറോയ്ക്ക് സംശയം തോന്നുന്നു. കാരണം ഇതേ മാല നമ്മുടെ ഹീറോയിന്റെ കയ്യിലും കണ്ടിരുന്നു. അതേ ദിവസം അവൾ ഡാൻസ് ചെയ്യുമ്പോൾ അവളുടെ കഴുത്തിൽ നിന്ന് താഴെ വീണില്ലേ? അപ്പോൾ വിക്രാന്ത് എടുത്തു കൊടുക്കുന്നു. ഈ മാല അവളുടേതാണെന്ന് കരുതി അവളുടെ വീട്ടിൽ പോയി ചോദിക്കുന്നു. പക്ഷേ അവളുടെ അച്ഛൻ ഇതെന്റെ മകളുടെ മാലയല്ല എന്ന് പറയുന്നു. എന്നിട്ടും ഹീറോ വിശ്വസിക്കുന്നില്ല. അയാൾ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ വീട്ടിലുള്ള മാല കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്ന്, ആ മാല ഞങ്ങളുടെ വീട്ടിലില്ല, എന്റെ കസിൻ കൊണ്ടുപോയി എന്ന് പറയുന്നു. അവൾക്ക് മേൽ സംശയം തോന്നി. ശരി സാർ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അതേ ദിവസം രാത്രി ആരതിയുടെ അച്ഛൻ വിക്രാന്തിന്റെ അടുത്ത് വന്ന്, സാർ, നിങ്ങൾ പിടിച്ച മാല എന്റെ മകളുടെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവന്റെ ഫാമിലിയെക്കുറിച്ച് പറയുന്നു. അവരുടേത് വളരെ മാന്യമായ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അവരുടെ മകൾ ആരതി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവരുടെ ഫാമിലി വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം ആരതിക്ക് അവളുടെ അച്ഛൻ ഒരു പയ്യന്റെ ഫോട്ടോ കൊടുത്ത് ആ പയ്യനെ ഇഷ്ടപ്പെട്ടാൽ കല്യാണം നടത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവൾക്കു വേണ്ടി ഒരു മാല വാങ്ങുന്നു. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് അമ്മയോടൊപ്പം ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ഇവന്റിൽ ഡാൻസ് ചെയ്ത് പ്രൈസും നേടുന്നു. അടുത്ത ദിവസം ആരതിക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നതുകൊണ്ട് അവൾ ഒരുപാട് ബിസിയായിരുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടിൽ കള്ളന്മാർ വന്ന് വീട് മുഴുവൻ കുത്തിത്തുറക്കുകയും അവളുടെ അച്ഛനെ ഒരുപാട് അടിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ആരതിക്ക് ദാഹിച്ചിട്ട് താഴേക്ക് വരുന്നു. താഴെ തയ്യാറായി നിന്ന കള്ളന്മാർ അവളെ അനങ്ങാൻ അനുവദിക്കാതെ ഒരാൾക്ക് ശേഷം മറ്റൊരാളായി എല്ലാവരും റേപ്പ് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അവളുടെ അച്ഛന്റെ കൺമുന്നിൽ നടന്നതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ കരയുന്നു. അവളുടെ അമ്മ കോൺഷ്യസിലല്ലായിരുന്നു. ഒരു ദിവസം ആരതിയുടെ അമ്മ സൂസൈഡ് ചെയ്ത് മരിക്കുന്നു. സോ നടന്നതെല്ലാം വിക്രാന്തിനോട് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് അവിടുന്ന് പോകുന്നു. ഈ കഥയെല്ലാം കേട്ട വിക്രാന്തും ഒരുപാട് ഇമോഷണൽ ആകുന്നു. അപ്പോൾ അവന്റെ അമ്മ ധൈര്യം പറഞ്ഞ്, നോക്കു മോനെ, നിന്റെ കരിയറിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാണേണ്ടിവരും, ധൈര്യമായിരിക്കൂ എന്ന് പറയുന്നു. അങ്ങനെയല്ലമ്മേ, ഞാനൊരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി ഇവന്റെ മകളാണ്, അതുകൊണ്ടാണ് ഒരുപാട് വിഷമം തോന്നുന്നത് എന്ന് പറയുന്നു. അടുത്ത ദിവസം വിക്രാന്തും അവന്റെ അമ്മയും ആരതിയുടെ അടുത്ത് പോയി ആ ദിവസം നടന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവൾ റേപ്പ് നടന്നതിനു ശേഷം എന്ത് സംഭവിച്ചുവെന്ന് പറയുന്നു. അന്ന് ഞാൻ താഴെ വീണു. വീണ്ടും കോൺഷ്യസിലേക്ക് വന്നപ്പോൾ എന്റെ മുന്നിൽ ആ കള്ളന്മാരെ കണ്ടു. ഉടൻ തന്നെ ഒരു ബോട്ടിലെടുത്ത് ഒരാളുടെ തല തകർത്തു. അതോടെ അവൻ എന്റെ വയറ്റിൽ ആഞ്ഞൊന്ന് ചവിട്ടി എന്ന് പറയുന്നു. അവൾ പറഞ്ഞത് കേട്ട ഉടൻ വിക്രാന്തിന് ഒരുപാട് ദേഷ്യം വരുന്നു. ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോയി ഈ കേസ് വളരെ സീരിയസ്ലി എടുക്കുന്നു. നെക്സ്റ്റ്
നെക്സ്റ്റ് സമീറിന്റെ അടുത്ത് പോയി റേപ്പ് നടന്ന ദിവസത്തെ CCTV ഫുട്ടേജ് പരിശോധിക്കുന്നു. അതിൽ കള്ളന്മാർ AP വെഹിക്കിളാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ആ വെഹിക്കിളിന്റെ നമ്പർ പരിശോധിക്കുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാത്ത ഒരു കാറിന്റെ നമ്പറാണെന്ന് മനസ്സിലാക്കുന്നു. സോ അവർ എല്ലാ റോബറിയും ചെയ്യുമ്പോൾ ഡിഫറന്റ് കാർ നമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ആ വെഹിക്കിളിന്റെ ഫാസ്ടാഗ് പരിശോധിക്കുന്നു. അപ്പോൾ അത് ഒഡീഷയിലെ വണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി മറ്റൊരു മോഷണം നടക്കാതെ ഇപ്പോൾ തന്നെ മുൻകരുതലുകൾ എടുത്ത് അവരെ പിടിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു. അടുത്ത ദിവസം ഫാസ്ടാഗ് വഴി ആ കള്ളന്മാരുടെ വെഹിക്കിൾ കാണുന്നു. ഉടൻ തന്നെ അതിൽ GPS ട്രാക്കർ ഫിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഹീറോ പോയി അവരെ പിടിച്ച് എല്ലാവരുടെയും വയറ്റിൽ ചവിട്ടുന്നു. കാരണം നമ്മുടെ ആരതിയെയും ചവിട്ടിയില്ലേ, അത് ഓർത്ത് ഒരുപാട് അടിക്കുന്നു. അടികൊണ്ട് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. വിക്രാന്ത് അവരുടെ അടുത്ത് പോയി, എടാ, ആരതി എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് ആരാണ്? അവളെ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, സാർ, ആ പെൺകുട്ടിയെ ഞങ്ങൾ റേപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട് മുഴുവൻ അലങ്കോലമായി കിടന്നിരുന്നു. അതുപോലെ അവൾ കോൺഷ്യസിലല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ കിട്ടിയ സ്വർണം മോഷ്ടിച്ചു. അപ്പോഴാണ് ആ പെൺകുട്ടി കോൺഷ്യസിലേക്ക് വന്ന് ഒരു ബോട്ടിൽ കൊണ്ടടിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ വയറ്റിൽ ചവിട്ടി അവിടുന്ന് പോയത്. അല്ലാതെ ആ വീട്ടിലുള്ളവരെ ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ടും വിക്രാന്ത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ എന്തിനാണ് മോഷണം ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു. സാർ, ഞങ്ങളുടേത് ഒരു ചെറിയ ഗോത്രമാണ്. ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു ആചാരമുണ്ട്. 100 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ അമാവാസി ദിവസത്തിൽ ഞങ്ങൾ മോഷ്ടിച്ച സ്വർണം കൊണ്ട് ഞങ്ങളുടെ കുലദൈവത്തെ ഉണ്ടാക്കി പ്രാർത്ഥിക്കാനാണ് വിചാരിച്ചിരുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗോത്രം നന്നായിരിക്കുമെന്ന്. അതുപോലെ ആരെങ്കിലും ഞങ്ങളുടെ മോഷണത്തിന് തടസ്സമുണ്ടാക്കിയാൽ ഞങ്ങൾ ഞങ്ങളുടെ ദേവിക്ക് ബലി നൽകും. അല്ലാതെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന അത്രയും മോശപ്പെട്ടവരല്ല ഞങ്ങൾ എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ വിക്രാന്ത് ഞെട്ടുന്നു. ഉടൻ തന്നെ അവരുടെ ഫോൺസ് പരിശോധിക്കുന്നു. പക്ഷേ അതിൽ ആരതിയെ റേപ്പ് ചെയ്ത വീഡിയോ ഉണ്ടാകില്ല. അടുത്ത ദിവസം ടിവിയിൽ ആരതിയെ റേപ്പ് ചെയ്തെന്ന് ന്യൂസിൽ പറയുന്നുണ്ടാകും. ആ ന്യൂസ് കണ്ട ഉടൻ വിക്രാന്തിന് ഒരുപാട് ദേഷ്യം വന്ന് CIA കോൾ ചെയ്ത്, എന്താ സാർ, ഈ ന്യൂസ് ആരും അറിയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് ന്യൂസ് പുറത്തുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, സാർ, ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തവർ കീഴടങ്ങിയിട്ടുണ്ട്. എല്ലാവരും മൈനസ് ആണെന്ന് പറയുന്നു. അടുത്ത സീനിൽ അവരെ കോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വിക്രാന്ത് അവരെ രക്ഷപ്പെടുത്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം റേപ്പ് ചെയ്ത മൈനസ് എൻകൗണ്ടറിൽ മരിച്ചെന്ന് പറഞ്ഞ് ന്യൂസിൽ വലിയ ബഹളമുണ്ടാക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മേൽ എൻക്വയറി നടക്കുന്നു. എൻക്വയറി എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എല്ലാവരും ഒരുമിച്ച് വിക്രാന്തിന്റെ മേൽ ചാടിക്കയറി, ഓയ്, നല്ല പൊസിഷനിലിരുന്നിട്ടും ഇങ്ങനെ ചെറിയ കുട്ടികളെ കൊല്ലുമോ എന്ന് ഒരുപാട് പറയുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിച്ചുവെന്ന് കാണിക്കുന്നത്. വിക്രാന്ത് ആ കുട്ടികളെ കോർട്ടിലേക്ക് കൊണ്ടുപോകാതെ അവന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. കാരണം അവന്റെ അമ്മ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കുട്ടികളോട് സംസാരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വിക്രാന്തിനോട് പറയുന്നു, നോക്കുമോനെ, ഈ റേപ്പ് ചെയ്തത് ഇവന്മാരല്ല. ഈ കുട്ടികൾ നിരപരാധികളാണ്. ഇവന്മാരെ ഉപയോഗിച്ച് ആരോ കളിക്കുകയാണ്. അവർ ആരാണെന്ന് കണ്ടുപിടിക്ക് എന്ന് പറയുന്നു. ഇനി വിക്രാന്ത് ആ കുട്ടികളുടെ അടുത്ത് പോയി, നോക്കൂ, നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ലോകത്തിന് അറിയില്ലല്ലോ. നിങ്ങൾ പുറത്തേക്ക് പോയാൽ ജനം അടിച്ചുകൊല്ലും. അതുകൊണ്ട് സത്യം പറയൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ സത്യം പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ആ കുട്ടികൾ ഒരു മാർക്കറ്റിൽ ലേബർമാരായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഷക്കീൽ ഭായിയുടെ ആളുകൾ വന്ന് ആ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതായി സമ്മതിക്കാൻ പറയുന്നു. അതോടെ അവരുടെ ഫ്യൂച്ചർ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് കുട്ടികൾ സമ്മതിക്കുന്നു. സത്യം മനസ്സിലാക്കിയ പോലീസ് ഷക്കീൽ ഭായിയെക്കുറിച്ച് അന്വേഷിച്ച് മാർക്കറ്റിൽ പോയി ചോദിക്കുന്നു. അപ്പോൾ മാർക്കറ്റിലുള്ള ഒരാൾ ഷക്കീൽ ഭായിയെക്കുറിച്ച് പറയാതെ അവന്റെ റൈറ്റ് ഹാൻഡിനെക്കുറിച്ച് പറയുന്നു. ഉടൻ തന്നെ വിക്രാന്ത് അവനെ പിടിച്ച്, നിന്റെ ഭായി എവിടെയാണ് താമസിക്കുന്നതെന്ന് പറ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഷക്കീൽ ഭായിയുടെ അഡ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഷക്കീൽ ഭായി മരിച്ചിരിക്കും. അതുപോലെ അതേ സമയത്ത് ആ കുട്ടികളെയും ആരോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ ഇപ്പോൾ നടന്നതെല്ലാം എൻക്വയറി കമ്മിറ്റിയോട് പറയുന്നു. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അടുത്തത് വീണ്ടും എൻക്വയറി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുവിടുന്നു. ഇനി വിക്രാന്തിന് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് സംശയം തോന്നുന്നു. ഉടൻ തന്നെ അതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് പുതിയ മൊബൈൽ ഉപയോഗിക്കുന്നു. സമീർ അവരുടെ മൊബൈലുകൾ പരിശോധിച്ചപ്പോൾ 15 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ CIയുടെ ഫോണും വിക്രാന്തിന്റെ ഫോണും ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നു. സത്യം മനസ്സിലാക്കിയ വിക്രാന്ത് ഹാക്കായ ഫോൺ സോണിൽ വെച്ച് അവനെ ഭീഷണിപ്പെടുത്താൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ആരതിയുടെ വീട്ടിൽ പോയി അവളുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിച്ച് കുറച്ചുനേരം സ്നേഹത്തോടെ സംസാരിച്ചു പോകുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ആ ദിവസം ആരതിയുടെ അച്ഛൻ അവൾക്കൊരു പയ്യന്റെ ഫോട്ടോ കാണിച്ചില്ലേ, ആ പയ്യൻ മറ്റാരുമല്ല നമ്മുടെ വിക്രാന്ത് തന്നെയായിരുന്നു. ആ ഫോട്ടോ കണ്ട ഉടൻ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ ഹീറോ എത്ര നല്ലവനാണെന്ന് അവൾക്കറിയാം. ഇനി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരുമിച്ച് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇതിനിടയിൽ അവളെ അങ്ങനെ ചെയ്യുന്നു. സോ ഏത് മുഖം വെച്ചാണ് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അതുകൊണ്ട് ഉള്ളിന്റെയുള്ളിൽ ഒരുപാട് വിഷമിച്ച് ദിവസവും അവനെക്കുറിച്ചോർത്ത് അവൾക്ക് കല്യാണം കഴിഞ്ഞതുപോലെ വിക്രാന്തിന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതുപോലെ സങ്കല്പിക്കുന്നു. അടുത്ത
ദിവസം വിക്രാന്തിന് ഐടിയിൽ ജോലി ചെയ്യുന്ന അവന്റെ ഫ്രണ്ട് കോൾ ചെയ്ത് മധുപ്രിയയെക്കുറിച്ച് പറയുന്നു. വിക്രാന്ത് മധുപ്രിയയെക്കുറിച്ച് അറിയാൻ പറയുന്നു. ഇപ്പോൾ അവൾ മധുപ്രിയയെക്കുറിച്ച് മനസ്സിലാക്കി വിക്രാന്തിനോട് പറയുന്നു. വിക്രാന്ത്, ഞാൻ അവളുടെ റൂം പരിശോധിച്ചപ്പോൾ അവളുടെ റൂമിൽ ഒരു കുറിയർ ഉണ്ട്. ആ കുറിയറിൽ ആരതിയുടെ അഡ്രസ് ആയിരുന്നു. അവൾ മരിക്കുന്നതിന് മുൻപ് ആരതിക്ക് എന്തെങ്കിലും കുറിയർ അയച്ചതാണോ എന്ന് പറയുന്നു. ഉടൻ തന്നെ വിക്രാന്ത് ആരതിയുടെ അടുത്ത് പോയി മധുപ്രിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മധുപ്രിയ എന്റെ സീനിയർ ആയിരുന്നു. അതുപോലെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സുമായിരുന്നു. ഒരു ദിവസം അവൾ പാർട്ടിയുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ മധുപ്രിയയുടെ ബോസ് ഉണ്ടാകും. അവൻ ആരതിക്കൊരു ഓഫർ നൽകി, നിനക്കും ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവന്റെ മകനെ കോൾ ചെയ്ത് ആരതിക്ക് കൊടുക്കുന്നു. ആരതിയും അവനോട് അത് തന്നെ പറയുന്നു. ഞാനിപ്പോൾ എന്റെ കമ്പനിയിൽ നന്നായിട്ടുണ്ട്, നിങ്ങൾ തരുന്ന ജോബ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അതുപോലെ പാർട്ടിയുണ്ടെന്ന് വിളിച്ച് ഇങ്ങനെ ചെയ്തതുകൊണ്ട് മധുപ്രിയയോട് ദേഷ്യം വന്ന് അവളോട് സംസാരിക്കാതെയാകുന്നു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ മധുപ്രിയ മരിച്ച കാര്യം ആരതിക്ക് പറഞ്ഞ് നിനക്ക് കുറിയർ അയച്ചില്ലേ, അതെവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കുറിയർ കണ്ടില്ല എന്ന് പറയുന്നു. ഉടൻ തന്നെ വിക്രാന്ത് പോസ്റ്റ് ബോക്സിന്റെ അടുത്ത് പോയി കുറിയർ തുറന്നു നോക്കുന്നു. അതിലൊരു പെൻഡ്രൈവ് ഉണ്ടാകും. ഉടൻ തന്നെ അതിനെ ടിവിയിലേക്ക് കണക്ട് ചെയ്ത് കാണുന്നു. അതിൽ മധുപ്രിയ അവളെക്കുറിച്ച് പറയുന്നു. ഈ മധുപ്രിയയ്ക്ക് ഒരു കമ്പനിയിൽ ജോബ് കിട്ടുന്നു. സോ അവൾ ബെസ്റ്റ് എംപ്ലോയി ആകാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അവൾ ജോലി ചെയ്യുന്ന കമ്പനി 4ാം സ്ഥാനത്തായിരുന്നു. സോ അതിനെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവളുടെ ബോസ് ഒരുപാട് ശ്രമിക്കുന്നു. അതുകൊണ്ട് കിട്ടിയ എല്ലാ അവസരവും ഉപയോഗിക്കുന്നു. എന്നിട്ടും അവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. അപ്പോഴാണ് അവരുടെ ബോസ് തന്റെ മകനായ വല്ലഭനെ സിഇഒയായി എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. അവൻ വന്ന ഉടൻ മധുപ്രിയയ്ക്ക് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കൊടുക്കുന്നു. അതിനുശേഷം അവളെ ഒരുപാട് ഉപയോഗിക്കുന്നു. അതായത് അവന്റെ ബിസിനസ് 1ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ അവൾ ചില ആളുകളുമായി ഇന്റിമേറ്റ് ആകേണ്ടിവരും. സോ ആദ്യം അവൾ സമ്മതിക്കുന്നില്ല. പക്ഷെ വല്ലഭൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നീ ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മാനം കളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അവൾ സമ്മതിക്കുന്നു. അപ്പോൾ വല്ലഭൻ അവളറിയാതെ വീഡിയോകൾ എടുക്കുന്നു. അടുത്ത ദിവസം മധുപ്രിയ റിസൈൻ ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൻ ഇന്നലെ എടുത്ത വീഡിയോ കാണിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരു ഫാം ഹൌസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരുപാട് പേരുണ്ടാകും. അവരെല്ലാവരുമായി ഒരേ സമയം ഇന്റിമേറ്റ് ആകുന്നു. അവൻ വീണ്ടും വീഡിയോകൾ എടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം മധുപ്രിയയുടെ ഫ്രണ്ട്സിനെ അവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ആ പെൺകുട്ടിക്ക് ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കൊടുത്ത് വീണ്ടും അതേ പണി ചെയ്യിക്കുന്നു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾക്ക് ജോബ്സ് വാങ്ങിച്ച് അങ്ങനെ നശിപ്പിച്ച് അവരുടെ വീഡിയോകൾ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആരതിയുടെയും അവളുടെ അച്ഛന്റെയും കാരണം കൊണ്ട് വല്ലഭന്റെ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നു. ഇനി ആരതി മധുപ്രിയയുടെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ ആരതി സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവന്റിൽ നമ്മുടെ ആരതി ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ജഡ്ജിന് നമ്മുടെ ആരതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അത് കണ്ട് വല്ലഭൻ ജഡ്ജിന് ആ പെൺകുട്ടിയെ അയച്ചുതരാമെന്ന് വാക്കുകൊടുക്കുന്നു. അതിനു പകരം ഒരു ഫേവർ ചോദിക്കുന്നു. നെക്സ്റ്റ് വീണ്ടും മധുപ്രിയയുടെ അടുത്ത് പോയി ആരതിയെ നീ തന്നെ കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ നിന്നെക്കുറിച്ച് മുഴുവൻ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആരതിയെ രക്ഷിക്കാൻ വേണ്ടി അവൾ സൂസൈഡ് ചെയ്ത് മരിക്കുന്നു. ഇവിടെ അവളുടെ ഫ്ലാഷ് ബാക്ക് കഴിയുന്നു. ഇനി അവളുടെ കഥ മുഴുവൻ കേട്ടപ്പോൾ ആരതി ഒരുപാട് കരയുന്നു. അപ്പോൾ നമ്മുടെ വിക്രാന്ത് ആരതിക്ക് വീണ്ടും ഒരു കഥ പറഞ്ഞു തരുന്നു. നമ്മുടെ വിക്രാന്ത് ആ കമ്പനിയെക്കുറിച്ച് മുൻപ് തന്നെ മനസ്സിലാക്കുന്നു. വിദ്യയെ കണ്ട് അതേ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. സോ അവൾ വിക്രാന്ത് പറഞ്ഞതുപോലെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ പെൺകുട്ടിക്കും നല്ല പാക്കേജ് ഉണ്ടാകും. പക്ഷേ അവർ സന്തോഷത്തോടെ ഉണ്ടാകില്ല. ഒരുപാട് ഡിപ്രഷനിലായിരിക്കും. ഒരു ദിവസം അവരുടെ ഗ്യാസ് കമ്പനിയിൽ ലീക്കേജ് വന്ന് ഒരുപാട് പേർ മരിക്കുന്നു. ഈ സത്യം പുറത്തുവരാതെ ടാസ്ക് ഫോഴ്സ് ഓഫീസേഴ്സിനെ ആ കമ്പനി സിഇഒ വിലക്കെടുക്കുന്നു. ഈ ടാസ്ക് ഫോഴ്സിൽ നമ്മുടെ ആരതിയുടെ അച്ഛനും ഉണ്ടാകും. സോ അവന് സഹായിക്കാൻ എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ആരതിയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡൽഹിക്ക് അയക്കാൻ വിചാരിക്കുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ വല്ലഭൻ അവന് മേൽ ഒരുപാട് ദേഷ്യത്തിലായിരിക്കും. ഇനി ആരതിയുടെയും അതുപോലെ അവളുടെ അച്ഛന്റെയും കാരണം കൊണ്ട് അവന്റെ കമ്പനി താഴേക്ക് പോകുന്നു. അതുകൊണ്ടാണ് വല്ലഭൻ കള്ളന്മാരുടെ പാറ്റേൺ ഫോളോ ചെയ്ത് ആരതിയുടെ വീട്ടിൽ വന്ന് അവളുടെ അച്ഛൻ തയ്യാറാക്കിയ റിപ്പോർട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അവിടെ ആരതിയെ കണ്ടതുകൊണ്ട് അവളെ റേപ്പ് ചെയ്തു പോകുന്നു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ വിക്രാന്തിനെ കമ്മിറ്റിക്കാർ സസ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു. നമ്മുടെ ഹീറോയും ഒന്നും പറയാതെ അവിടുന്ന് പോകുന്നു. മറ്റൊരു ഭാഗത്ത് വിദ്യ വല്ലഭന്റെ ഫിംഗർ പ്രിന്റ്സ് എടുത്ത് അവന്റെ ലാപ്ടോപ്പ് തുറന്ന് അതിലുള്ള വീഡിയോകൾ മുഴുവൻ തന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോഴാണ് വല്ലഭൻ വന്ന് അവളെ കാറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അവൾ ലാപ്ടോപ്പ് തുറന്ന കാര്യം അവൻ അറിയുന്നു. സോ അവളെ ഫാം ഹൌസിലേക്ക് കൊണ്ടുപോയി വീണ്ടും അതേ പണി ചെയ്യാൻ വിചാരിക്കുന്നു. പക്ഷേ അവളുടെ കയ്യിൽ വീഡിയോകൾ ഉണ്ടല്ലോ, അത് നീ ആർക്കാണ് അയച്ചതെന്ന് ഒരുപാട് അടിക്കുന്നു. എന്നിട്ടും അവൾ പറയുന്നില്ല. ഉടൻ അവൻ അവളെ കെട്ടിയിടുന്നു. മറ്റൊരു ഭാഗത്ത് വിക്രാന്തിന് ഒരു ഷോക്കിംഗ് കാര്യം മനസ്സിലാക്കുന്നു. ഈ ട്വിസ്റ്റ് എന്തെന്നാൽ ആ ദിവസം വല്ലഭനും അതുപോലെ അവന്റെ ഫ്രണ്ട്സും ആരതിയുടെ അമ്മയെയും റേപ്പ് ചെയ്യുന്നു. ആരതിക്കും അതുപോലെ അവളുടെ അച്ഛനും മേലുള്ള ദേഷ്യം
അവളുടെ അമ്മയുടെ മേൽ കാണിക്കുന്നു. അതോടെ അവൾ സൂസൈഡ് ചെയ്ത് മരിക്കുന്നു. ആ വീഡിയോ കണ്ട ഉടൻ നമ്മുടെ ഹീറോയുടെ രക്തം തിളയ്ക്കുന്നു. ഉടൻ തന്നെ ലോക്കറിൽ വെച്ച ഗൺ എടുക്കുന്നു. ഇവിടെ വിദ്യാ വീഡിയോകൾ ആർക്കും അയച്ചില്ലെന്ന് വല്ലഭന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ അവളുടെ ബാഗ് പരിശോധിക്കുന്നു. അതിൽ ഒരു പാവ കാണുന്നു. ആ പാവയുടെ ഉള്ളിൽ ലൊക്കേഷൻ ട്രാക്കർ ഉണ്ടാകും. സോ അവനെല്ലാം മനസ്സിലാകുന്നു. ഉടൻ തന്നെ അവളെ കൊന്നു ഓടിപ്പോകാൻ വിചാരിക്കുന്നു. അപ്പോഴാണ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വിക്രാന്ത് ആരതിയെയും കൊണ്ടുവരുന്നത്. പക്ഷേ അവൻ രക്ഷപ്പെട്ട് MLAയുടെ അടുത്തു പോകുന്നു. നമ്മുടെ വിക്രാന്ത് MLAയെ സ്റ്റാർട്ടിംഗിൽ സഹായിച്ചില്ലേ, ഇപ്പോൾ MLA നമ്മുടെ ഹീറോയെ സഹായിച്ച് വല്ലഭനെ നൽകുന്നു. അങ്ങനെ അവർ രണ്ടുപേർക്കുമിടയിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. വിക്രാന്ത് തന്റെ കയ്യിലുള്ള ഗൺ ആരതിക്ക് കൊടുത്ത് ഷൂട്ട് ചെയ്യാൻ പറയുന്നു. അവൾ നടന്നതെല്ലാം ഓർത്ത് അവനെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു. അതിനുശേഷം വിക്രാന്തിനെ പിടിച്ച് ഒരുപാട് കരയുന്നു. അതുപോലെ നമ്മുടെ ഹീറോയും അവളെ ഹഗ് ചെയ്യുന്നു. സോ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇവിടെ സിനിമ കഴിയുന്നു ഫ്രണ്ട്സ്.